ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തമിഴ്നാടൻ സ്റ്റൈൽ കത്തിരിക്ക കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ വരൂ നമുക്ക് വീഡിയോക്കുള്ളിൽ പോകാം. അപ്പോൾ ഈ ചെറിയ സൈസ് കത്തിരിക്കയാണ് കേട്ടോ ഈ കത്തിരിക്ക കറിക്ക് ഏറ്റവും നന്നായിട്ടുള്ളത്. വലുതെടുക്കരുത് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇന്ന് ഞാൻ അതിൻ്റെ തെല്ലത്തുള്ള നീണ്ടു നിൽക്കില്ല ഒരു ഗ്രീൻ കളർ അത് മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡ് കട്ട് ചെയ്ത് കൊടുത്താൽ പൂ പോലെ വരും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടായിട്ടോ നീളമായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ ബാക്കിയുള്ള എല്ലാ കത്രികളും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അകത്ത് പുഴു വല്ലതും ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് മാറ്റി കൊടുക്കണേ. അപ്പോൾ കത്തിരിക്ക എല്ലാം അറുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താ ആവശ്യം നോക്കാം. ചെറുള്ളി 100 ഗ്രാം, ഒരു വലിയ തക്കാളി, പച്ചമുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഞാനിവിടെ കടലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ ഗോൾഡ് വിനർ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നതിലേക്ക് നമുക്ക് കടുക്, വെന്തയം, പെരിഞ്ചീരകം ഇട്ട് ഒന്ന് പൊട്ടണമായിരിക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറുള്ളിയും പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുള്ളി മാക്സിമം നന്നായി കുക്ക് ചെയ്തെടുക്കണേ. ഈ കത്തിരിക്കച്ചാറുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. മീൻ കറി പോലും മാറി നിൽക്കുക, അത്രയും ടേസ്റ്റാണ്. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായി കുക്കായിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് കത്തിരിക്ക ഇട്ട് കൊടുക്കാം. മാക്സിമം കത്തിരിക്ക ഈ എണ്ണയിൽ നന്നായി കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതായത് കത്തിരിക്ക ഒരു ബ്രൗൺ കളർ ആവുന്ന വരയ്ക്ക് നമ്മൾ കുക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഈ എണ്ണയിൽ തന്നെ കത്തിരിക്ക കുക്കാക്കി എടുക്കണം കേട്ടോ. എത്രത്തോളം ഈ കത്തിരിക്ക കുക്കാവണോ അത്രയും ഈ ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേജിൽ ഞാനൊരു തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു അരമൂടി തേങ്ങയും, ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാനൊരു 6 തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് വലുതാണെങ്കിൽ ഒരു 3 തക്കാളി ഇട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് പിന്നെ മുളക് പൊടി ഒരു 2.5 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായി അതിൻ്റെ പച്ചമണം പോണവരേക്കും കുക്ക് ചെയ്യാം. ഈ സ്റ്റേജിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പുളി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പുളിവെള്ളത്തിൻ്റെ കൂടെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് നന്നായി കത്തിരിക്ക കുക്കാക്കി എടുക്കണം കേട്ടോ. മാക്സിമം ഈ പുളിവെള്ളത്തിൽ കത്തിരിക്ക കുക്കാക്കണേ. അപ്പോൾ മൂടി വെച്ച് നന്നായി കുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കത്തിരിക്ക നന്നായി വെന്തിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കാവേ. ഈ ഗ്രേവി ഒരുപാട് വെള്ളം പോലെ ആക്കരുതേ, ഒരു തിക്ക് പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.